എറണാകുളത്ത് നടക്കുന്ന ജമിയത്തുൽ ഉലമ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വഖഫ് സംരക്ഷണ റാലിയിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് പങ്കെടുക്കില്ല. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെയും കോൺഗ്രസിന്റെയും എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിനാണ് ഈ എതിർപ്പ്. പകരം വീഡിയോ സന്ദേശം നൽകും. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഈ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭിന്നത, ഒപ്പം ചില വിമർശനങ്ങൾ, തർക്കങ്ങൾ, അതിപ്പോൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് സമസ്തയിൽ ഉണ്ടാകുന്നത്. ഈ വഖഫ് സംരക്ഷണ റാലി, അതിൽ പങ്കെടുക്കാതെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാറി നിൽക്കുന്ന സാഹചര്യം, അത് ആ വിഷയത്തിൽ തന്നെയുള്ള അതിന്റെ ഗൗരവം അത് കുറയ്ക്കുമോ? എങ്ങനെയാണ് സമസ്തയിലും ലീഗിലും ഒപ്പം കോൺഗ്രസിലും ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ നോക്കിക്കാണുന്നത്? പ്രജിൻ, 4 സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരമാണ് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ഈ ഭരണഘടനാ വഖഫ് സംരക്ഷണ സമ്മേളനം നടക്കാനിരിക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അവസാന നിമിഷം അദ്ദേഹം ഈ പരിപാടിയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അദ്ദേഹം നേരിട്ട് പങ്കെടുക്കില്ല, പകരം ഒരു വീഡിയോ സന്ദേശം നൽകിക്കൊണ്ട് പരിപാടിക്ക് ആശംസ നേരുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ പരിപാടിയിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളായ പാണക്കാട് ഒരു തങ്ങളെയും തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കടുത്ത സമ്മർദ്ദം ജിഫ്രി തങ്ങളുടെ ഭാഗത്ത് മേലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തങ്ങളെ പങ്കെടുപ്പിക്കാത്ത ഒരു പരിപാടിയിലേക്ക് ജിഫ്രി തങ്ങളും കൂടി പങ്കെടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഒരു തർക്കത്തിലേക്കും അത് മറ്റൊരു കൂടുതൽ ഭിന്നതയിലേക്ക് പോകുമെന്നുള്ള ഒരു നിർദ്ദേശവും ഒപ്പം തന്നെ ഒരു അഭിപ്രായമൊക്കെ തന്നെ ഉയർന്നു വന്നൊരു സാഹചര്യത്തിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമസ്ത AP EK വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്നീ സംഘടനകളാണ് ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗമായി പങ്കെടുക്കേണ്ടത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹവും രാവിലെ തന്നെ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുകയും മാത്രമല്ല ദക്ഷിണ കേരളയിൽ നിന്ന് ഒരാൾ പങ്കെടുക്കില്ല എന്നുള്ള ഒരു അറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. മാത്രമല്ല പിന്നീട് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ മൗലാന നജീബ് മൗലവി മമ്പാട് കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്നാൽ അദ്ദേഹവും ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുത്തേക്കില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിലവിൽ നേരത്തെ തീരുമാനിച്ചതിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളത് സമസ്ത AP വിഭാഗത്തിന് ഖലീൽ ബുഖാരി തങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പരിപാടി സുന്നികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഏറെക്കാലം ഭിന്നതയിൽ നിൽക്കുന്ന സമസ്ത AP EK വിഭാഗങ്ങളുടെ ഒരു ഐക്യ സമ്മേളനം കൂടിയായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ പിന്മാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ, ശരി. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തും വിശദാംശങ്ങൾ നൽകിയത്.